കളിച്ചോളൂ, കാലിയില്ല, സമ്മാനം ഉറപ്പ്. വിജയകരമായി തോറ്റിരിക്കുന്നു. എല്ലാവരും കൈയടിക്കോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നാളെ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട്, അപ്പോൾ പിന്നെ എന്നും വിചാരിക്കും ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു വ്ളോഗാക്കിയിടണമെന്ന്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട്, ഓരോ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മടി കൊണ്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്നത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും വിഷ്ണുവേട്ടനും അനിയത്തിയുടെ വുഡ്ബിയും കൂടെയാണ് പോകുന്നത്. മോനും ഉണ്ട്, അശ്വിൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ മുക്കം ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. ആദ്യം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, HFC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് സ്പോട്ട്, അവിടെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മുക്കം ഫെസ്റ്റ് കാണാനാണ് കേട്ടോ. ഇവിടെ എല്ലാ കൊല്ലം മുക്കത്ത് ഇതുപോലെ ഫെസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഭയങ്കര വലിയ പ്രോഗ്രാമാണ് കേട്ടോ. ഓരോ ദിവസം ഓരോരോ ആൾക്കാർ, അതായത് ഓരോ ബാൻഡ്, അതുപോലെ സെലിബ്രിറ്റീസ്, അവരൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഓരോരോ പരിപാടികളുണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള റൈഡ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ 50 രൂപയായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടോയെന്ന് ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒന്നാമത് പോകുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ടിക്കറ്റിന് 100 രൂപ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ 100 രൂപ, കാരണം കഴിഞ്ഞ തവണ 50 രൂപയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് മനസ്സിലായത്. ഇപ്രാവശ്യം നമ്മളിങ്ങനെ എൻട്രൻസിൽ നിന്ന് നടന്ന് വരുമ്പോൾ തൊട്ട് ഉള്ളിലേക്ക് കയറുന്നത് വരെ വലിയൊരു എക്കോറിയം പോലെ കേട്ടോ. അതായത് ഞാൻ മൈസൂരൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു എക്കോറിയം, ആ ഒരു ടൈപ്പ്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. മോനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അവനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാനും കുക്കുട്ടിയും കൂടെ ഇങ്ങനെ മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ മൊത്തം ഇങ്ങനെ പല കളേഴ്സിലുള്ള, പല ടൈപ്പിൽ, അതുപോലെ പല സൈസിലുള്ള മീനുകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അത് ഞാനിത് ഓൾറെഡി കണ്ടിട്ടുണ്ട് മൈസൂർ വെച്ച്, പക്ഷേ ഇത് മോനിങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. അവനിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയം പോലെയായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കുറേ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കണ്ട മീനുകളെയൊക്കെ കണ്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് പെറ്റിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ പക്ഷേ ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു പെറ്റ് ഉണ്ടായിരുന്നു, പാമ്പ്. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പ്. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിക്കൊക്കെ പേടിയാണ്. ഞങ്ങൾക്ക് കാണുന്നതും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി. ഞാൻ ഉറക്കത്തിലൊക്കെ കാണും. അശ്വിന് തീരെ പേടിയില്ലായിരുന്നു കേട്ടോ പാമ്പിനെ. അവന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തൊട്ടാൽ മതി എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും കുക്കുട്ടി ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വേണ്ട വേണ്ട തൊടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ
പാമ്പിനെ പിടിച്ച് നിന്ന ആ പയ്യൻ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് തൊട്ട് നോക്ക്, നല്ല രസമാണ് ചേച്ചി, തൊട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് അടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിഷ്ണുവേട്ടനും മോനും പിന്നെ പെറ്റ്സിനെ കാണാനായിട്ട് പോവുകയാണ്. പ്രാവ്, കോഴി, പലതരം തത്തകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മോനിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ വിഷ്ണുവേട്ടൻ. പിന്നെ ഉള്ളോട്ട് ചെല്ലുന്തോറും വേറെയും കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. ഫർണിച്ചർ, അതുപോലെ തന്നെ ബുക്സ്, പിന്നെ കുട്ടികളുടെ ടോയ്സ്, നമ്മുടെ ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള വള, മാല, പിന്നെ അല്ലാത്ത കീ ചെയിൻ, പിന്നെ പേഴ്സ്, തൊപ്പി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെരുപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, വെറുതെ നോക്കുക, ബുക്സൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അശ്വതി ശ്രീകാന്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ എന്നോട് ചോദിക്കുക കേട്ടോ, ഇവർ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടോയെന്ന്. കാരണം അവരെ ആങ്കറിങ് ഒരു ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബുക്ക് ഇങ്ങനെ കണ്ടപ്പോൾ വിഷ്ണുവേട്ടൻ എന്നോട് ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താക്കാൻ പോകുന്ന അയ്യോ മുട്ടണോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങാമെന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അശ്വിനാണ് കേട്ടോ അവന് ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ടോയ്സൊന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കണ്ട, കാരണം അവനങ്ങനെ ടോയ്സിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കും, പിന്നെ കുറച്ച് നേരം വായിലിടും, പിന്നെ എടുത്തെറിയും. അധികം അവൻ കൂടുതൽ കളിക്കുന്നത് ബുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ. ബുക്ക് ഇങ്ങനെ വെറുതെ നോക്കുക, ചിത്രം നോക്കുക, പിന്നെ ഇടയ്ക്ക് വായിലിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ ആശാന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവിടെ നിന്നൊരു ടോയ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ വള, മാല, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് കുട്ടിക്ക് 2 വളയും, പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് സ്ക്രഞ്ചി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് ടോയ്സ് വാങ്ങാൻ പോയപ്പോൾ അവിടെ മോനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നി എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ കേട്ടോ. കാരണം അവിടെയുള്ള ഓരോ ടോയ്സ്, ഇപ്പോൾ സ്ലൈം പോലത്തെ എന്തൊക്കെയോ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിടിച്ച് ഞെക്കി നോക്കുക, എന്നിട്ട് പറയുക മുട്ട ഇടാൻ പോവുകയാണെന്ന്, കോഴിയോ താറാവോ അങ്ങനെ എന്തോ ഒരു ടോയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ എന്നോട് പറയുന്നത് മുട്ട ഇടാൻ പോകുന്ന പോലെ ഇല്ലേന്നൊക്കെ. കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെരുപ്പിൻ്റെയും, അതുപോലെ തന്നെ മോനെ അവിടെ നിന്നൊരു തൊപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴയ മിഠായികളില്ലേ, തേൻ മിഠായി, ഇഞ്ചി മിഠായി, പുളിയച്ചാറ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ ഒരു ഗോൾഡ് കോയിൻ പോലത്തെ ഒരു മിഠായി ഉണ്ട്, പണ്ടത്തെ മിഠായി. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ വിഷ്ണുവേട്ടൻ ചോദിക്കുക, ഇത് വാങ്ങിയിട്ട് അമ്മേനെ പറ്റിച്ചാലോ, ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് മുമ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛനെയും അമ്മനെയും പറ്റിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാനൊരു പാട്ട് പാടിയാലോ പോയിട്ട്? ഹലോ ഹലോ, ഒക്കെക്കാർക്കറിയാം, എനർജിയില്ല. ഹലോ ഓക്കെ, അടുത്ത പാട്ട് എല്ലാവരും കൂടെ എനർജറ്റിക് ആയിട്ട് നിൽക്കില്ലേ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഉള്ളോട്ട് ഇങ്ങനെ പോകുമ്പോൾ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ, മ്യൂസിക് ബാൻഡ്. അപ്പോൾ കുറച്ച് ചെക്കന്മാർ, നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു അവരുടെ പ്രോഗ്രാം. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആരും അങ്ങനെ കൈ അടിക്കുന്നതൊന്നും കാണുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും വിഷ്ണുവേട്ടനും കുക്കുട്ടിയൊക്കെ. പിന്നെ മോന് ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ്, പാലൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നാലും കുറച്ച് നേരമായി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് കൊടുക്കണം കേട്ടോ. അയ്യോ നീളില്ലാത്ത കുക്കുട്ടി വിജയകരമായി തോറ്റിരിക്കുന്നു. എന്താ ഗെയിം? ഇതെന്താ വെച്ചാൽ ഇവളിങ്ങനെ ഇടും, ഈ 6 ബോളും ഏതിലാണോ പോയി വീഴുന്നത് അത് കൂട്ടിയിട്ട് കിട്ടണ പ്രൈസ് ഇവിടുന്ന് കിട്ടും. മനസ്സിലായോ? അങ്ങനെ. അയ്യോ 40 ഒന്നും വീഴൂല. 6 വിഷമിക്കരുത്, കളിച്ചോളൂ, കാലിയില്ല, സമ്മാനം ഉറപ്പ്. 6
അവിടെ കുറച്ച് നേരം നിന്ന് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഞങ്ങൾ ഒരു റിങ് എറിയുന്നൊരു സംഭവമില്ലേ കളിക്കുന്ന, നമുക്കത് ആ റിങ് സാധനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ പ്രൊഡക്ട്സ് അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞങ്ങളെല്ലാവരും എറിഞ്ഞിട്ടും അത് സാധനത്തിന് മാത്രം കൊണ്ടില്ല, ബാക്കി നിലത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപ കൊടുത്തിട്ട് ഒരു ഗെയിം കളിച്ചു. അതായിരുന്നു ഏറ്റവും കോമഡി. 50 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കളിച്ചിട്ട് 20 രൂപയുടെ മാഗി ഇൻഡനിറ്റി കിട്ടി. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത്. എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഐസ്ക്രീമും പോപ്കോണൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോയി. ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്നും കഴിക്കാതെ എങ്ങനെയാണ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീമും അതുപോലെ തന്നെ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മോന് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഈ ലൈറ്റ്സും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റൈഡ്സൊക്കെ പോകുന്ന കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് അതിശയം അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുമ്പോൾ അവൻ്റെ ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ചിരിക്കുന്നുമില്ല, വേറൊരു ഒച്ചയോ ബഹളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആളിതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്, കാരണം അവനിതൊക്കെ കാണിക്കാൻ പറ്റിയതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് മോൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. മോൻ കൂടുതൽ സമയം അശ്വിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് മോനെ, എപ്പോഴും അവനെങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കും വിഷ്ണുനും തീരെ അവനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ടൈം അശ്വിൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ടോയ് കാർ കണ്ടത്. അപ്പോൾ അതിൽ അവനെ ഇരുത്തുകയാണ് കേട്ടോ. അവന് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കായിരുന്നു കൂടുതൽ ടെൻഷനായിരുന്നു. ഞാൻ വീണ് പോവോ, ഇരിക്കുമ്പം നല്ലോണം ഇരുന്നില്ലെങ്കിൽ ബാലൻസ് കിട്ടാതെ ഞാൻ അവിടെ എവിടെയും വീണ് പോകുന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടനും അശ്വിനും കുക്കുട്ടിയൊക്കെ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുക, പേടിക്കൊന്നും വേണ്ട, അവൻ നല്ല ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ഞങ്ങൾ ആ ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇങ്ങനെ പോകാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.